ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്ന എന്താന്ന് വെച്ചാല് ഞാൻ കരുതി മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്ന ഒരു മേക്കപ്പ് പ്രോസസ് മറ്റേ വലിയ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്യുന്ന പോലത്തെ ആ ടൈപ്പ് ഒന്നുമില്ല. ഞാനായിട്ട് ഉണ്ടാക്കിയൊരു മേക്കപ്പ് ടൈപ്പാണ്. അപ്പം ലെറ്റ്സ് ഗോ. ആദ്യം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസർ ആണ്. ഇപ്പം കറന്റ് എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആണിത്. ഞാൻ ഉപയോഗിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസർ ആണിത്. ഞാൻ ഇതിന്റെ മുന്നേ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോൺസിന്റെ മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ എനിക്ക് അതിനെക്കാട്ടും ഇഷ്ടമായതാണ്. ഇതിന്റെ ബ്രാൻഡ് നെയിം എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. ഐ തിങ്ക് ഡീകോൺസ്ട്രക്റ്റീവ് അങ്ങനെ എന്തോ ആണ് ഇത് പ്രൊനൗൺസ് ചെയ്യാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല, ആരെങ്കിലും കമന്റ് ചെയ്യാൻ. അപ്പൊ നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു. ഇനി നമുക്ക് സൺസ്ക്രീൻ ഇടാം. സൺസ്ക്രീൻ സെയിം ബ്രാൻഡിന്റെ തന്നെ. ഇതെനിക്ക് സത്യം പറയല്ലോ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് സൂപ്പറാണ്. എന്താ പറയാ, ഭയങ്കര സിക്കി ആയിട്ട് ഫീൽ ചെയ്യില്ല, ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യില്ല. നമ്മൾ ഇട്ടാൽ നല്ലൊരു സ്മൂത്ത് അവിടെ കിടക്കും. ഇതും എൻ്റെ റീസെന്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അപ്പം സൺസ്ക്രീൻ എല്ലായിടത്തും ബ്ലെൻഡ് ആകുന്നതും ഞാൻ ഒരു ചെറിയ മുറുക്ക് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത് നമുക്ക് പ്രൈം വയ്ക്കാം. ഇതും എന്റെ കറന്റ് ഫേവറേറ്റ് പ്രൈമാണ്. ഇതിന്റെ മുന്നേ ഞാനൊരു പ്രൈം ഉപയോഗിച്ചിട്ടുണ്ട്, അത് കാണുന്നില്ല. ഇത് മാർസിന്റെ പ്രൈമാണ്. ഇതും സത്യം പറഞ്ഞല്ലോ, ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കിന്നിന് തീരെ സ്റ്റിക്കി ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര കുഴകുഴ പോലെ ഇരിക്കുന്നില്ല. ഭയങ്കര ഇതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിട്ട് സ്കിൻ ഇരിക്കുന്നു. ഫൗണ്ടേഷൻ ഇട്ടാൽ പോലും നമുക്ക് അങ്ങനെ വലിയ എന്താ പറയാ ഇതായിട്ടൊന്നും തോന്നില്ല, ഭയങ്കര ഹെവി ആയിട്ടൊന്നും തോന്നുന്നു. നമുക്ക് ഇടാം. എന്റെ കയ്യിൽ 2 കൺസീലർ ഉണ്ട്. ഒന്ന് NYBയുടെ ഫുൾ കവറേജ് കൺസീലർ പാലറ്റ്, രണ്ടാമത്തത് ഫിറ്റ്മീന്റെ. സത്യം പറഞ്ഞാൽ ഞാൻ മണ്ടത്തരം ചെയ്ത് ഞാൻ കൺസീലർ ഇടുമ്പോൾ എന്റെ വീഡിയോ ഓൺ ആക്കിയെന്ന് ഞാൻ കരുതിയത്, പക്ഷേ വീഡിയോ ഓൺ ആക്കാൻ പറ്റിയില്ല. നമുക്ക് ഒന്ന് ചോപ്പ് കത്താത്തെന്ന് ചിന്തിക്കുക. മനസ്സിലായത് പോയി, എല്ലാം കഴിഞ്ഞു പോയി. നമുക്ക് ഫൗണ്ടേഷൻ ന്യൂയോർക്കിന്റെ ഫിറ്റ്മി ഫൗണ്ടേഷൻ മാറ്റ് റോളസ് SPF 22 PA++. അപ്പൊ നമുക്ക്
ഇത് അപ്ലൈ ചെയ്യും. രണ്ട് ബ്ലഷ് ഉണ്ട് എന്റെ കയ്യിൽ. 2 ബ്ലഷ് ഉണ്ട്. ഒന്ന് ഇൻസൈറ്റിന്റെ ലിങ്ക് ടിന്റ് ബ്ലഷ് ആണ്. രണ്ടാമത്തത് NYBയുടെ ബ്ലഷ് ആണ്. ഞാൻ അധികം യൂസ് ചെയ്യുന്നത് NYBയുടെ തന്നെയാണ്. അപ്പം ഞാൻ 3 കുത്തുന്നുള്ളൂ. ഒരെണ്ണം കവിള്, കുഞ്ഞിക്കവിള്, കൂടിപ്പോയോ ഇത് കുറഞ്ഞു. ഓക്കെ ചെയ്യാം. എനിക്ക് എന്താണ് മൂക്കിൽ ബ്ലഷ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ചീക്കും മൂക്കും ഇങ്ങനെ ചുവന്നിരിക്കണം, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ചുവന്നിരിക്കുന്നു. മറ്റേ റെഡ് മുന്നേ കാണിച്ച ഇൻസൈറ്റിന്റെ ബ്ലഷ് ഇല്ലേ, അതെന്ന് പറഞ്ഞ ഒരു റെഡിഷ് കളറാണ്. ഒരു റെഡിഷ് കളറാണ് ഇൻസൈറ്റിന്റെ. അപ്പൊ അല്ലേ പെട്ടെന്ന് എന്താ പറയാ, ലൈക്ക് ഫേസില് ബ്ലെൻഡ് ആയി പോയിട്ട് ബ്ലഷ് ഇട്ടെന്ന് പോലും തോന്നിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഇത് ഉപയോഗിക്കത്തില്ല. പിന്നെ ഉപയോഗിക്കും എവിടെയെങ്കിലൊക്കെ പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു റെഡിഷ് കളർ തോന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ കുറെ എടുത്തിടും ബ്ലഷ്. പക്ഷെ എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടം, പിങ്കി ഇഷ്ടം. ഇനി നമുക്ക് സെറ്റിംഗ് പൗഡർ ഇടാം. ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ സെറ്റിംഗ് പൗഡർ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന സെറ്റിംഗ് പൗഡർ. മാൾസ്. എൻ്റെ അധികം മാൾസ് തന്നെ. എനിക്ക് മാൾസിൻ്റെത് പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഞാൻ അധികവും മാൾസിന്റെ തന്നെ വാങ്ങല്. എനിക്ക് എന്താ എനിക്ക് മാൾസിന്റെ പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടം. അപ്പം നമുക്ക് പൗഡർ ഇടാം. പുറത്ത് പോകുന്നതിന്റെ പേടി കാറ്റത്തെ നമുക്ക് പൗഡർ ഇടാം. ഐ തിങ്ക് നമ്മള് ഹൈലൈറ്റർ ഇട്ടതിന് ശേഷമാണോ പൗഡർ ഇടുക, അല്ലെങ്കിൽ പൗഡർ ഇട്ടതിന് ശേഷമാണോ ഹൈലൈറ്റർ ഇടുക? ഐ ഡോണ്ട് നോ. ഞാൻ ഇതുവരെ ഇങ്ങനെയാണ് കൊണ്ടത്. അപ്പൊ അറിയുന്ന ആരെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. നെക്കിലും ചെയ്യണമെന്നാണ്, പക്ഷെ നെക്കില് ചെയ്യുന്നില്ല. ഷാൾ ഇടുന്നോണ്ട് നെക്കില് ചെയ്യുന്നില്ല. ജസ്റ്റ് ഫേസിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് പണി ചെയ്യാൻ നമുക്ക് കണ്ണിന്റെ മുകളിൽ ഇട്ടും കാര്യമില്ല. എന്നാലും ജസ്റ്റ് ഒരു ഇതിനിടുന്നേ ഉള്ളൂ. എന്റെ കണ്ണ് കുറച്ചിങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്തിട്ടാലും കാണത്തില്ല. പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഇടണ്ടെന്ന് കരുതിയതുകൊണ്ട് ഞാൻ ഇടുന്നുണ്ട്. എന്റെ കയ്യിൽ 2 ഐ ഷേഡ് പാലറ്റ്. ഒന്ന് ഗ്ലാം 21ന്റെ കാണുന്നുണ്ടോ, 21ന്റെ ഐ ഷേഡോ പാലറ്റ്. രണ്ടാമത്തത് ഏതോ ബ്രാൻഡ് തോന്നുന്നുണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഫാഷൻ ന്യൂ കളർ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. 25 കളർ ഐ ഷേഡോ പാലറ്റ് ഉള്ളതാണ്.
അപ്പം ഞാനിപ്പത്തിൽ ഏതിടുന്ന കൺഫ്യൂഷൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ബ്രാൻഡാണ്. എനിക്ക് ഇങ്ങനത്തെ ഈ കുറച്ചും കൂടി ഇങ്ങനത്തെ കളറിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ കളറാണ്, ഡാർക്ക് ഷെയ്ഡ്. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഇട്ട് നോക്കി കളറ് ഇതിന് ഡ്രസ് മാറ്റി വെക്കാം. ഞാൻ ഇതിൽ എടുക്കുന്ന കളർ എനിക്ക് ഇതിന് മാച്ചായിട്ട് ഏത് കളറാണ് കൊടുക്കാൻ ഞാനൊക്കെ. ഐ തിങ്ക് ഐ വിൽ ചൂസ് ദിസ് വൺ. എടുത്തിട്ട് നോക്കാം. എനിക്കൊരു ഉറപ്പുമില്ല, കാരണം ഞാനിങ്ങനെ ഐഷാഡോ ഇടലില്ല, കാരണം എന്റെ കണ്ണിന്റെ ഇത് ഇങ്ങനെ അധികം ഇടലില്ല ഐഷാഡോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഇത് കുറച്ച് ഗ്ലിറ്ററി പോലത്തെ സംഭവമാണ്. ഇട്ട് നോക്കാം. ചെയ്തുന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കളയാം. കണ്ണിട്ടു നോക്കിനി കളയാം. നമുക്കൊരു ചെറിയൊരു സൈഡിലോട്ട് വേറൊരു കളർ കൊടുക്കാം. ഗുഡ്, പ്രൊസീഡ് ചെയ്യാം. കുഴപ്പമൊന്നുമല്ല. ഞാൻ സെക്കൻഡ് ടൈം ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ മുന്നേ കല്യാണത്തിന് പോകുമ്പോട്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യം വീഡിയോക്ക് വേണ്ടി എടുക്കണം. ഇതിന് മുന്നേ അങ്ങനെ ഇട്ടിട്ടില്ല, അധികം ഇടയില്ല. അതുകൊണ്ട് ഇത് ഈ സാധനത്തെ കുറിച്ച് വലിയ പിടുത്തൊന്നുമില്ല. ഇനി നമുക്ക് എന്തിടാം, സോറി, സ്ട്രോബ് ക്രീം ആയിട്ടില്ല. സ്ട്രോബ് ക്രീം ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രോബ് ക്രീം NYBയുടെ 3-in-1 സ്ട്രോബ് ഹൈലൈറ്റ് മോയ്സ്ചറൈസർ പ്രൈം. നമുക്ക് എന്റെ കയ്യിൽ മിനി വേർഷൻ ഉണ്ട്, അപ്പൊ ഞാൻ മിനിയാണ് ഇടുന്നത്. ഇതിനെ കുറെ ഉപയോഗിക്കാറുണ്ട്. താട്ടോട് നമുക്ക് ഇടാം. ഇതെന്താണ് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. ഫേസ് ഇങ്ങനെ ഗ്ലോ ആയിട്ട് നിന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നോക്കിയിടാം, കുറച്ച് ചിന്നിട്ട്. ഇത് ഞാൻ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ടോ, കാരണം ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നില്ല. എനിക്ക് ഈ പ്രോസസ് കൈ കൊണ്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. ഇതെന്ന് പറഞ്ഞൊരു പിങ്കിഷ് ഷെയ്ഡുള്ള ബ്രഷാണ്. സ്ട്രോബ് ക്രീം, ഒരു പിങ്കിഷ് ഷെയ്ഡുള്ള ഒരു സ്ട്രോബ് ക്രീം ആണ് കേട്ടോ അത്. എന്തോ കൈ കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു തിളക്കം കിട്ടുന്ന എന്റെ ഉള്ളിലൊരു വിചാരം. കണ്ണിന് മുകളിൽ പോയി എല്ലാം കയ്യിൽ പോയി. ഇത് എന്തിനാണ് പക്ഷെ എനിക്കിപ്പോ ഇവിടെ മൂക്കിലും ചിന്നിനൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഓക്കെ, പുറത്ത് നല്ല മഴ കഞ്ചൻ കാണുന്നുണ്ട്, മഴ ചെയ്യുന്ന കാണുന്നുണ്ട്. വട്ടി ക്രീമും ഇട്ട് കഴിഞ്ഞ് ഒരു ഗ്ലോ ഒക്കെ വന്നില്ല, മുഖത്ത് ഗ്ലോ ഒക്കെ വന്നില്ലപ്പോ. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് അലൈനർ. അലൈനർ ഉണ്ട്. ഒന്ന് മെബ്ലിൻ ന്യൂയോർക്കിന്റെ അലൈനറും രണ്ടാമത്തത് കളർ സെൻസിന്റെ അലൈനറും.
ഇതുവരെ യൂസ് ചെയ്തത് എനിക്ക് ഇത് രണ്ടും ഇഷ്ടമാണ്. ഞാൻ കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ടൈപ്പ്. കാരണം എനിക്ക് പറഞ്ഞില്ല, കണ്ണിങ്ങനെ മുകളിൽ പോകുന്നതുകൊണ്ട് മറ്റേ നോർമൽ അലൈനർ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിന്റെ മുകളിൽ പരന്നിങ്ങനെ ഭദ്രകൾ നിൽക്കുന്നവർ നിൽക്കും. ഇത് വാട്ടർ പ്രൂഫും സ്പഞ്ച് പ്രൂഫും ആയതുകൊണ്ട് കണ്ണിന് അവിടെ തന്നെ നിന്ന് പോകും. അപ്പൊ നമുക്ക് അലൈനർ അപ്ലൈ ചെയ്യാം. ഇതിടാം. അലൈനർ ഇടാനാണ് ഇരിക്കുന്നത്. വലിയ അറിവൊന്നുമില്ല, നമുക്ക് ഇട്ട് നോക്കാം. എന്റെ ഒരു രീതിയിൽ ഞാൻ ഇടുന്നതാണ്. ഇങ്ങനെയൊക്കെ എനിക്ക് ഇടാറിയുള്ളൂ. മറ്റേ ചില ആൾക്കാരിടുന്ന പോലെ ഇങ്ങനെ വലിച്ചിടാൻ എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ തന്നെ ഇടാൻ അറിയുള്ളൂ. ഞാനിപ്പോ ഇട്ടാലും എന്റെ കണ്ണിന്റെ പ്രത്യേകിച്ച് അലൈനർ ഇട്ടെന്ന് കരുതി എന്റെ കണ്ണിന്റെ ഒരു ഇതെന്തായാലും കാണത്തില്ല. അങ്ങനെ മുകളിൽ പോയി അവിടെ കടക്കും. ഇനി നമുക്ക് ഐബ്രോ വരയ്ക്കണം. കാരണം ഞാൻ ഐബ്രോ വരച്ചാണ് കുട്ടികളെ മുഖം പോലെ. ഇതാണ് എന്റെ ഐബ്രോ പാലറ്റ്, മാർസിന്റെ ഐബ്രോ പാലറ്റ്. നമുക്ക് നോക്കാം, ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഫ്ലോപ്പ് ആയാൽ അഡ്ജസ്റ്റ് ഇട്ട്. I don't know how to ഇങ്ങനെ ഉണ്ടാവും അറിയില്ല. നോക്കാം. കണ്ടോ കണ്ടോ കണ്ടോ, പോയി, എല്ലാം കഴിഞ്ഞു പോയി. ഞാൻ ഐബ്രോ വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. എനിക്ക് ഐബ്രോ വരയ്ക്കാൻ അറിയത്തില്ല. ഞാൻ ഐബ്രോ വരച്ചാൽ ഒരുമാതിരി പിള്ളേര്, സ്കൂൾ പോണ പിള്ളേരുടെ അവസ്ഥ കണ്ടോ. ഐബ്രോ ഞാൻ വരയ്ക്കാൻ ശ്രമിക്കാം. വീഡിയോ എടുക്കണം. ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നു. എന്നാ പോയി, എല്ലാം കുട്ടികളെ മേക്കപ്പ് സിംപിളെ പോലെ പതിട്ട്. എന്റെ ഉമ്മ പണ്ട് ചെയ്യും. ഐബ്രോ ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടുള്ളൂ. പിന്നെ ഐബ്രോ കുറച്ച് പരന്ന ഐബ്രോ ആയതുകൊണ്ട് എന്തിട്ടാലും മറ്റേ ഇങ്ങനെ കണക്കിയിരിക്കും. ഞാൻ എത്ര മേക്കപ്പ് ഇട്ട് തന്നാലും ലാസ്റ്റ് അവസ്ഥ ഇതായിരിക്കും. ഭയങ്കര പ്രശ്നമുണ്ട്. ഇനി നമുക്ക് മസ്കാര ഇടണം. മസ്കാര ഇടാം. ഒന്ന് NYBയുടെ ഐ ലവ് മസ്കാര. ഓക്കെ. പിന്നെ മാർസിന്റെ മസ്കാര. എനിക്ക് ഇതില് ഏറ്റവും ഫേവറേറ്റ് എന്ന് ചോദിച്ചാല് പ്രിഫർ മാർസിന്റെ മസ്കാര. റീസൺ എന്താന്ന് പറഞ്ഞാല് ഇത് ഇടുമ്പം നല്ല വോളിയൊക്കെ ഉണ്ട്, ബട്ട് കണ്ണിന്ന് പീലിങ്ങൊന്നും പോവാൻ കുറച്ച് പാടാണ്. കുറച്ചു നേരം നല്ലോണം വെള്ളത്തിലൊക്കെ പുതർത്തി വെക്കണം, എന്നാലേ പോവുള്ളൂ. ബട്ട് ഇത് അങ്ങനെയല്ല, വാട്ടർ പ്രൂഫും ആണ്. അതേപോലെ തന്നെ ഇത് ഇങ്ങനെ പീലൊന്നും പോല നന്നായിട്ട് എന്താ പറയാ, ആ കണ്ണിനെ വോളിയം പീലിക്ക് വോളിയം കാണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ പീലി പോകുമ്പോ ഇങ്ങനെ വലിക്കാൻ പോലെ അങ്ങനെ പോകില്ല. അപ്പൊ ഇങ്ങനെ തുടച്ചാൽ തന്നെ ഇങ്ങനെ വരും. അതുകൊണ്ടാണ് എനിക്ക് ഫേവറേറ്റ്. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നോർമൽ ഇതാണ് മെയിൻ പ്രശ്നം. ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത പ്രശ്നം. കണ്ട ആളെ കിടക്കട്ടെ. ഞാൻ താഴത്ത് ഇങ്ങനെ ആക്കാറുണ്ടെങ്കിൽ, പക്ഷെ എനിക്കിപ്പോ ഒരു വലിയ വിശ്വാസമില്ല. മുകളിൽ കിട്ടിയതുകൊണ്ടേ താഴത്ത് എനിക്ക് വലിയ വിശ്വാസമില്ല. ഇനി നമ്മളുടെ ഫൈനൽ മേക്കപ്പ് സാധനം ഡാസലർ. കാര്യമായി കണ്ടോ, ഇത് വാങ്ങണം. ഡാസലറിന്റെ DLC 035 യൂസ് ചെയ്യുന്നത്. പിന്നെ
ഒരു ലിപ് ബാം. നേരത്തെ പറഞ്ഞില്ല എനിക്ക് വായിട്ടെടുത്ത് ഒരു മറ്റേ ഡീകോൺട്രാക്ട് അങ്ങനത്തെ പോലെ ബ്രാൻഡിന്റെ ലിപ് ബാം. എനിക്ക് ലിപ് ബാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഈ ലിപ് ബാം നമ്മളെ ചുണ്ടിനെ ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും. പിന്നെ എന്റെ ചുണ്ട് കുറച്ച് ഇവിടെ ഒക്കെ ഡാർക്ക് ചെയ്യും. ഇത് യൂസ് ചെയ്തതിനു ശേഷം എന്റെ കുറെ ഡാർക്ക്നെസ് പോയി ചുണ്ടിന്റെ മുഖത്ത്. ഇവിടെയൊക്കെ ഡാർക്ക് ചെയ്യും. കാരണം ഞാൻ ഈ ലിപ്സ്റ്റിക് അങ്ങനെ എടുത്ത് അപ്ലൈ ചെയ്യുന്ന ആളേന്. അപ്പൊ ഞാനൊരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഞാൻ വാങ്ങി നോക്കിയത്. പർപ്പിൾ തന്നെ വാങ്ങി. എനിക്ക് ഞാൻ കുറച്ച് മാസങ്ങൾ, ഐ തിങ്ക് 6 മന്തോളം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ലിപ് ബാം ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഉപയോഗിക്കുന്നതാണ് ഹിമാലയന്റെ ലിപ് ബാം. അതും ഞാൻ ഉപയോഗിക്കുന്ന. പക്ഷെ എനിക്ക് ഇതാണ് കുറച്ചും കൂടെ, മേ ബി എന്റെ ചുണ്ടിനെ കുറച്ച് വെളുപ്പിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ഇഷ്ടം. അത് അപ്ലൈ ചെയ്യാം. ലിപ് ലൈനർ യൂസ് ചെയ്യും. ഇത് ഏത് ബ്രാൻഡാന്ന് മറന്നു. കാരണം ഇതിന്റെ മുകളിലത്തെ എല്ലാ സാധനവും പോയി, എല്ലാം പോയി, ഉപയോഗിച്ചതെല്ലാം പോയി. നമുക്കിനി ലിപ് ലൈനർ വരയ്ക്കാം. ഞാൻ ഈ കളർ വാങ്ങിയത്. എനിക്ക് ലിപ് ലൈനർ വരയ്ക്കാൻ അറിയില്ലെങ്കിലും വെറുതെ ഞാൻ വരച്ചിടും. എനിക്ക് ഇത് വരച്ചിരുന്ന് സമാധാനം കിട്ടും. ഐ തിങ്ക് ഇറ്റ്സ് ഡൺ. ഞാൻ മറ്റേ ലിപ്സ്റ്റിക് കിട്ടുന്നവരുണ്ട് ചുണ്ടിലിങ്ങനെ. ലിപ്സ്റ്റിക് എടുക്കാൻ പറഞ്ഞാൽ അതായിട്ട്. അതാകുമ്പോ ലിപ്സ്റ്റിക് ഇട്ട പോലത്തെ ഒരു ഫീലും ഉണ്ടാവും. കണ്ടില്ലേ, ഇപ്പത്തെ ലിപ്സ്റ്റിക് ഇടാൻ തന്നെ കുറച്ച് കളർ വന്നില്ലേ. എന്നാ നമുക്ക് ലിപ്സ്റ്റിക് ഇടാം, അപ്ലൈ ചെയ്യാം. ഞാൻ അണ്ടർ ലിപ്പിൽ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് നോക്കിയിട്ടിടാം. ഉണ്ടോ? അയ്യേ, അപ്പം ഇതാണ് നമ്മളുടെ ഞാൻ ചെയ്യുന്ന മേക്കപ്പ്. എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ, കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു മേക്കപ്പ്. അപ്പം നമുക്ക് ഫൈനലായിട്ട് സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് മാൾസിന്റെ സീൽ ദ ഡീൽ മേക്കപ്പ് ഫിക്സർ. അപ്പം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. That's my final look. Oh, okay. That's my final look. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന കാര്യം ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാം. ആൻഡ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ ശരി, ടാറ്റാ.